മക്കളെ, അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവൂലേ A+ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ ഈ വീഡിയോ കാണണം. അപ്പോൾ ഇതിനെന്തോ ഒരു ഗൗരവമായിട്ടൊരു കാര്യം പറയാനില്ലേ? ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മുടെ ആൻസർ ഷീറ്റിലാണ് ആ കളി കിടക്കുന്നത്. നിങ്ങളെ ടീച്ചേഴ്സിന് ഞാൻ ഓവറാക്കിക്കാണ്ട് ഒച്ചയും വിളി നായിട്ടുണ്ടാക്കി പറയേണ്ട വളരെ കൃത്യമായിട്ട് കാര്യം പറയാണ്. നിങ്ങൾ ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് നോക്കുന്നത് നിങ്ങൾ ഒട്ടും പരിചയമില്ലാത്തൊരു ടീച്ചറാണ്. ഈ ഒട്ടും പരിചയമില്ലാത്ത ടീച്ചർ നോക്കുന്ന സമയത്ത് അല്ലേ, നിങ്ങളെ ഒരു പ്രജുഡൈസേഷനോ അല്ലെങ്കിൽ ഒരു അല്ലേ നിങ്ങളെക്കുറിച്ച് ഒരു മുൻധാരണ ഇല്ലാത്ത ഒരാൾ നോക്കുമ്പോഴേ ഇവന്റെ മാർക്ക് കുറക്കണമെന്നോ കൂട്ടണമെന്നോ ആർക്കും ഉദ്ദേശമില്ല, ആ ടീച്ചർക്ക് ഉദ്ദേശമില്ല. പക്ഷെ കൂട്ടണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട്? നമുക്കുണ്ട് അല്ലേ. നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതിന് ആൻസർ അതിന്റെ മാർക്ക് ടീച്ചർ കൂട്ടിയിട്ട് തരണം എന്ന് പറയുന്ന ആഗ്രഹം നമുക്കുണ്ട്. അപ്പൊ സാറേ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നോക്കൂ നിങ്ങൾ. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ട്രിക്ക്. നിങ്ങൾ ആൻസർ ഷീറ്റ് ഇതാണെങ്കിൽ നമ്മൾ അതിന് മാർജിന് വരക്കും. മാർജിന് വരച്ചിട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇപ്പോൾ 16ാമത്തെ ചോദ്യം സ്പീച്ച് ആണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? സ്പീച്ച് എന്ന് എഴുതിയിട്ട് 2 കുത്തിടുക, വരയിടുക. ഈ 2 കുത്തിട്ട് വരട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ഓണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ഇങ്ങനെ ആ ഫോർമാറ്റൊക്കെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മൾ പഠിപ്പിച്ചില്ലേ, അങ്ങനെ എഴുതി കൊടുത്ത് തുടക്കം അടിപൊളിയായിട്ടോ, ഇതിൻ്റെ മിഡിൽ വിഷയം എഴുതി കൊടുത്ത് അതിൻ്റെ എൻ്റെ എന്ത് ചെയ്തു നിങ്ങൾ അവസാനിപ്പിച്ചു അല്ലേ. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ടീച്ചറെ സംബന്ധിച്ച് മൈൻഡിൽ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവില്ല. സ്പീച്ചിന് 6 മാർക്ക് പറഞ്ഞ മനസ്സിലാകണ്ടോ? സ്പീച്ചിന് 6 മാർക്ക്. അപ്പോൾ കുട്ടീൻ്റെ പേപ്പർ നോക്കുമ്പോൾ സ്പീച്ച് അത്യാവശ്യം വലുപ്പമുണ്ടല്ലോ അല്ലേ, കുഴപ്പമില്ലല്ലോ, കണ്ടന്റൊക്കെ തുടക്കം ഉഷാറാണല്ലോ, ഇതിൻ്റെ എൻഡിങ് അടിപൊളിയാണല്ലോ അല്ലേ. അപ്പം നമ്മൾ ഇപ്പുറത്ത് 6 മാർക്ക് അങ്ങോട്ട് ഇടും, ഓട്ടോമാറ്റിക്കലി ഇടും. പറഞ്ഞ് മനസ്സിലാകണ്ടോ? നിങ്ങൾ ഈ സ്പീച്ചിന് എഴുതിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ എന്ത് ചെയ്യുന്ന പറയുക, 16 എന്ന് എഴുതിക്കാണ്ട് പിന്നെ ഇതിങ്ങനെ വായിച്ചു നോക്കും എന്താണ് ഈ കുട്ടി എഴുതിയത് എന്നുള്ളത്. അപ്പം നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളോ ആ എഴുത്തിലുണ്ടെങ്കിൽ മനസ്സിലാകണ്ടോ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചറുടെ മൈൻഡിൽ അപ്പോൾ ഒരു തെറ്റുണ്ടല്ലോ, ഒരു 1/2 മാർക്ക് കുറക്കാം. അങ്ങനെ പിന്നെ ഇങ്ങനെ പോകുമ്പോണ്ടാവും വെറുതെ ഒരു തെറ്റും കൂടെ അല്ലേ. അപ്പോൾ 2ാമത്തെ മാർക്ക് ഒരു 1/2 മാർക്ക് കൂടെ കുറക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ നോക്കാൻ ടീച്ചർമാരെ നമ്മൾ അയക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് പറ? സ്പീച്ച്. ടീച്ചറെ കൂടുതൽ നോക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് പറ? സ്പീച്ചാണ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നിങ്ങൾക്ക് അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കിക്കോട്ടോ. ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ആണെങ്കിൽ 17 ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പറ? ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് എഴുതി കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നോക്കൂ, നിങ്ങൾ ബോക്സ് വരയ്ക്കാനുള്ളതാണെങ്കിൽ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യണം? ആ ബോക്സ് വരയ്ക്കണം. കണ്ടില്ല നിങ്ങൾ? ആ ബോക്സ് വരച്ചിട്ട് ഇവിടെ ഹെഡിങ് ഉണ്ടാവില്ലേ, ABC സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ബോക്സ് നിങ്ങൾ എന്തിനാ ചെറുതാക്കണ്? നിങ്ങൾ വലുതാക്കി വരയ്ക്കുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അത്യാവശ്യം സ്പേസ് ഇട്ട് ABC സ്കൂൾ അല്ലേ, കൊച്ചി അല്ലേ, ഈ കൊച്ചി എന്നൊക്കെ പറഞ്ഞ് വലിയ അക്ഷരത്തിലൊക്കെ എഴുതി കൊടുത്ത് നിങ്ങളെ പ്രസൻറ്റേഷൻ എത്ര ലെവലിൽ നിങ്ങൾക്ക് ഉഷാറാക്കാൻ പറ്റുമോ അത്രയും ലെവലിൽ നിങ്ങൾ പ്രസൻറ്റേഷൻ നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ എത്രത്തോളം ചെറുതാക്കി എഴുതുന്നോ അത്രത്തോളം ആ ടീച്ചറെ സംബന്ധിച്ച് അത് വായിച്ചെടുക്കൽ കുറച്ച് പ്രയാസമാണല്ലേ. പക്ഷെ ചെറുതാക്കി എഴുതരുത്. ആ പ്രയാസമൊക്കെ നിങ്ങൾ മാർക്ക് കുറയാനാണ് സാധ്യത. നിങ്ങൾ മാക്സിമം അത്യാവശ്യം ഒരു സൈസ് ഉണ്ടാവില്ലേ, ആ സൈസിലൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് പേജസ് ഉണ്ടാവും, കുറേ പേജസ് വരും. അങ്ങനെ പേജസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ടീച്ചർക്ക് ആ പേപ്പർ എടുക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം പഠിക്കുന്ന കുട്ടീൻ്റെ പേപ്പറാണല്ലോ, കാര്യം ഇത്രയും പേജ് എഴുതിക്കണല്ലോ. അപ്പോൾ ആ പേപ്പർ എടുക്കുമ്പോൾ തന്നെ ടീച്ചറെ സംബന്ധിച്ച് എന്തായി, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളെ പേപ്പറിൽ വന്നു കഴിഞ്ഞു. പിന്നെ ആ പോസിറ്റീവ് മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് എന്തെങ്കിലും പേപ്പർ നോക്കൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ നിങ്ങൾ എഴുതുന്ന 1ാമത്തെയും 2ാമത്തെയും പേജിൽ നോക്കൂ, നിങ്ങൾ ഈ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പേജ്, ഇപ്പുറത്തേനും ഒരു പേജ് എന്നാ പറയാം. 2 പേജ് അല്ലേ, ഈ 2 പേജ് കൂടി തന്നെ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ഫസ്റ്റ് 2 ഷീറ്റിൽ ഒരു ഉത്തരം പോലും തെറ്റാവരുത്. അങ്ങനെ തെറ്റാണ്ട് വരികയാണെങ്കിൽ ആ ടീച്ചറെ സംബന്ധിച്ച് എന്താ പറയുക, ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾ ഫസ്റ്റ് 2 പേജിൽ കൊടുത്തു കഴിഞ്ഞു. പറഞ്ഞാൽ മനസ്സിലാകണ്ടോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ധാരണ വെച്ചിട്ടാണ് എന്തെങ്കിലും ബാക്കിയുള്ള പേജൊക്കെ നോക്കൽ ടീച്ചേഴ്സ് എന്ന് മനസ്സിലായി വിശ്വസിച്ചോട്ടെ ഞാൻ. യെസ്, അങ്ങനെ ഒരു ധാരണ ഇപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചൊരു നല്ല ധാരണ വന്നു കഴിഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക്കലി മാർക്കിട്ട് പോണ സമയത്താണ് നമുക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 100-ൽ കൂടുതൽ മാർക്കൊക്കെ ഉണ്ടാവും അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഇട്ടത് ശരിയല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോട്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. നിങ്ങൾ നമ്പർ കൊടുക്കുന്നത് ശരിയല്ലെങ്കിൽ നമ്മളെ മാർക്ക് നല്ല ബാധിക്കും. നമ്പർ കൊടുക്കുന്നത് ഈ നമ്പറിൽ നിങ്ങൾ 10ാമത്തിൽ A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ 10A 10B ഏതാണോ എഴുതുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് പണി കിട്ടും.
പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ 10 നമ്പർ എഴുതി AB നിങ്ങൾ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കണം, ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ B കൊടുത്തു. ഒന്നിട്ട് ഒരു സ്പീച്ച് ആണെങ്കിൽ ആ സ്പീച്ചിൽ നിന്ന് എഴുതിച്ച ടീച്ചറില്ലേ, ഇപ്പൊ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് 2 കുത്ത് വരാം. പറഞ്ഞ മനസ്സിലായോ? എന്താണ് നിങ്ങൾ എഴുതുന്നത് അതിന്റെ മുന്നിൽ എന്ത് ചെയ്യണം, ആ ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പോരണം. മനസ്സിലായല്ലോ? പിന്നെ നമ്മളൊരു ക്രോസ് ചെക്ക് ചെയ്തൊക്കെ ഞാൻ എഴുതിയതില്ലേ. നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോകുന്ന രൂപത്തിൽ ക്രോസ് ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എന്ത് ചെയ്യരുത്, വരരുത്. നിങ്ങളെ പ്രസന്റേഷൻ മൂഞ്ചി അവിടെ മൂഞ്ചും അല്ലേ, അങ്ങനെ ക്രോസ് ആയിട്ട് വരരുത്. നിങ്ങൾ എഴുതി പഠിക്കണം. ഇന്ന് രാത്രി 7:30 ലൈവിൽ ഞങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് എഴുതി പഠിക്കേണ്ടതെന്ന് വരെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഏർക്ക് നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂട്ടി വായോ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ എഴുതാൻ പഠിക്കണം. ഇങ്ങനെയാണ് നിങ്ങളെ പേപ്പർ കിട്ടുന്ന സമയത്ത്. ഞാനൊരു പേപ്പർ നോക്കുന്ന ആളാണെങ്കിൽ യെസ്, ഒരു കുട്ടീൻ്റെ പേപ്പർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വാ നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല നീറ്റായിട്ടാണല്ലോ കുട്ടി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വൃത്തി ഫസ്റ്റുള്ള പേജിൽ ഇതിലിങ്ങനെ മാർക്കിട്ട് പോകുമ്പോഴേ ഫുൾ മാർക്കിട്ട്, പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ 5 5 4 4 3 3 ഓക്കെ ഇന്ന് ബാക്കിയുള്ളതും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നറിയോ, ആണ്ട് മാർക്കിട്ട് പോകുമെന്ന് മനസ്സിലാവേണ്ടത്. നമുക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മാർക്കിട്ട് കിട്ടിപ്പോരുമെന്ന്. മനസ്സിലായോ മക്കളെ? അപ്പോൾ കൃത്യമായ ഫോർമാറ്റുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഫോർമാറ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി 7:30 ലൈവിൽ വായോ. നമുക്ക് അവിടെയാണ് പൂരം. ആ പൂരം നിങ്ങൾ അടിച്ച് പൊട്ടിക്കും. ശ്രദ്ധിച്ച് കേട്ടോളൂ. അവിടെ നമ്മൾ പറയും ഏതാണ് വരെ ക്വസ്റ്റ്യൻ എന്നുള്ളത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം. പ്രഡിക്ഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്രഡിക്ഷൻ ഞങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം അതാണ് നാളെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് 100% ഞങ്ങൾ ഉറപ്പ് പറയുന്ന സംഗതികളുണ്ട്. 100% അല്ല 90% ഉറപ്പ് പറയുന്ന സംഗതി ഉണ്ട്. അവിടെ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. അത് പഠിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, ചോദിച്ചിരിക്കും എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നു, ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയോ A+ കിട്ടാണ്ടിരിക്കുക. ഞാനാണ് ഒരു കുട്ടിൻ്റെ പേപ്പർ നോക്കുന്നതെങ്കിൽ ആ കുട്ടി വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കാരണവശാലും ഒരു ടീച്ചറും ഒരു കുട്ടീനെ തോൽപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഇല്ല. രണ്ടാമത്തെ ഒരു കാരണം, ഒരു കുട്ടി ഇപ്പം നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ റീവാലുവേഷന് കൊടുക്കും എന്ന് പറയുന്ന ഒരു ധാരണ ആർക്കുണ്ടാവും, ടീച്ചേഴ്സിനുണ്ടാവും. കുറക്കണം എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞ് ടീച്ചർ കുറച്ച് കഴിഞ്ഞു, നിങ്ങൾ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാർക്ക് എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിൻ്റെ ഇൻക്രിമെൻറ്റിനൊക്കെ ബാധിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ റീവാലുവേഷന് പോവാത്ത രൂപത്തിൽ മാർക്ക് ഇട്ട് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സ്. പക്ഷെ നിങ്ങൾ എഴുതൽ നിർബന്ധമാണ്. എഴുതി വെക്കാണ്ട് എങ്ങനെ മാർക്ക് തരാനാണ്? മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. പക്ഷേ AB ഉണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ AB ഉണ്ടെങ്കിൽ ഒന്നുകിൽ A അല്ലെങ്കിൽ B. ഇനി നിങ്ങൾ A അല്ലെങ്കിൽ B എഴുതി കഴിഞ്ഞു കേട്ടോ, A അല്ലെങ്കിൽ B ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞു. ഇങ്ങനെ അവസാനം നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്. നിങ്ങൾ A എഴുതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവസാനം നിങ്ങൾ കൊണ്ടുപോയിക്കണം B ഓപ്ഷൻ എഴുതി വെച്ചാൽ എന്തായെന്നറിയോ, അതിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഇതിലാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ മനസ്സിലായത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മാർക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. സെറ്റല്ലേ?